മറുനാടന് പിന്തുണയുമായി ബി.ജെ.പി. നേതാക്കൾ. മറുനാടൻ ഷാജിനെ ഷർട്ട് പോലും ഇടുവാൻ സമ്മതിക്കാതെ യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാൻ ശ്രമിച്ചതിനെതിരെ ബി.ജെ.പി. നേതാക്കൾ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട ശേഷം മാധ്യമങ്ങളെ കണ്ടത് കാണുക. ഇന്നലെ രാത്രിയിൽ ഒരു മാധ്യമ പ്രവർത്തകനായ സാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തതിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിഷേധം പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ കമ്മീഷണറെ കണ്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ കമ്മീഷണറെ കണ്ടിരുന്നത്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ, ഒരു പൗരൻ്റെ പൗരാവകാശത്തെ പരസ്യമായി ലംഘിക്കുന്ന, ഭരണഘടനാ അവകാശത്തെ ലംഘിക്കുന്ന ഒരു നടപടിയാണ് ഇന്നലെ കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പരാതികളുണ്ടാകാം. ആ പരാതികളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആ വ്യക്തിയുടെ പൗരസ്വാതന്ത്ര്യം എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്നുള്ളത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനം നിലനിൽക്കുന്നൊരു സംസ്ഥാനത്ത് അത് പാലിക്കപ്പെടേണ്ടതാണ്. പക്ഷേ വളരെ ക്രൂരമായ രീതിയിലുള്ള ജനാധിപത്യ ധ്വംസനമാണ് ഇന്നലെ നടന്നിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് പോലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടന്നതായി നമുക്ക് ഓർക്കാൻ കഴിയില്ല. പത്രപ്രവർത്തകർക്ക് എതിരായിട്ട് പരാതി ഉണ്ടാവാം, കേസുണ്ടാകാം. ആ പരാതികളൊക്കെ കിട്ടുമ്പോൾ ഇപ്പോൾ നമ്മുടെ പുതിയ നിയമം അനുസരിച്ച് വേണമെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്ത് അദ്ദേഹം ഏത് വ്യക്തിയായാലും വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇന്നലെ ചെയ്തത് നോട്ടീസ് പോലും കൊടുക്കാതെ അർദ്ധരാത്രി വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ, ഭക്ഷണം നിഷേധിച്ച്, വസ്ത്രം ധരിക്കാൻ സമ്മതിക്കാതെ പരസ്യമായി പൊതു ഇടത്തിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കാം. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആത്മാഭിമാനമുണ്ട്, അന്തസ്സുണ്ട് സമൂഹത്തിൽ. അങ്ങനെ വിവസ്ത്രനായിട്ട് ഒരാളെ പൊതു ഇടത്തിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാ ലംഘനമാണ്, കഠിനമായ വളരെ മോശമായ മനുഷ്യാവകാശ ലംഘനമാണ്. അതിന് ഉത്തരവാദിയായ ആളുകൾക്കെതിരായി ശക്തമായി നിലപാട് സ്വീകരിക്കണം, നടപടി സ്വീകരിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ അവസരത്തിൽ കമ്മീഷണറോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം. ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാലും അയാൾ പ്രതിയാണെങ്കിൽ പോലും മാന്യമായ ഒരു രീതിയിൽ പെരുമാറണം. ഭരണഘടനാപരമായ അവകാശം പ്രതിക്കുമുണ്ട്, കുറ്റാരോപിതനുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പ്രതി എന്നുള്ള രീതിയിൽ മനുഷ്യത്വ രഹിതമായി പെരുമാറുന്നത് ഒരു നിയമ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്തിൽ അത് പാടില്ല. നമുക്കറിയാം, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി നൽകിയിട്ടുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും എല്ലാം, UDF-ഉം LDF-ഉം എല്ലാം കൂടി ചേർന്നുകൊണ്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ് ശ്രീമാൻ മറുനാടൻ ഷാജിൻ്റെ അറസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും വളരെ വലിയ ക്രൂരമായ ഒരു കുറ്റകൃത്യത്തിൽ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ മജിസ്ട്രേറ്റ് എന്താ ചെയ്ത്? ജാമ്യം കൊടുത്തു. ഇത് പോലീസിന് ചെയ്യാമായിരുന്നു, മാന്യമായി പെരുമാറാമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു വിധി, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രാഥമിക കടമ എന്ന് പറഞ്ഞാൽ ആ പ്രതിയെ എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം അറിയിക്കണം. അത് FIR-ന്റെ കോപ്പി കൊടുത്തത് കൊണ്ടോ, വക്കീലിനെ വിളിച്ച് പറഞ്ഞത് കൊണ്ടോ, അച്ഛനെയോ അമ്മയോ ഭാര്യയോ വിളിച്ച് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അതേ പ്രതിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് രേഖാമൂലം കൊടുത്ത് ഉറപ്പുവരുത്തണം. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തത്? അത് ഒരു പൗരന്റെ മൗലികമായ ഭരണഘടനാപരമായ അവകാശമാണ്. ആർട്ടിക്കിൾ 22(1) അനുവദിച്ചു തന്നിട്ടുള്ള ഒരു അവകാശമാണ്. ആ അവകാശമാണ് ഇന്ന് വലിയ രീതിയിൽ ഇവിടെ കേരള പോലീസ്, പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ പോലീസ് നിഷേധിച്ചിട്ടുള്ളത് സാജന്റെ കാര്യത്തിൽ. ആ ഒരേ ഒരു ഗ്രൗണ്ടിലാണ് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തത്. കാരണം എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം ഒരു പൊതുപ്രവർത്തകനായാലും ഒരു സാധാരണ വ്യക്തിയായാലും ഒരു പത്രപ്രവർത്തകനായാലും അയാളെ അറസ്റ്റ് ചെയ്ത വിവരം അറിയിക്കണ്ടേ? എന്താണ് എന്നിൽ ആരോപിതമായിട്ടുള്ള കുറ്റം, എന്തിനു വേണ്ടി അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം അറിയിക്കേണ്ടതുണ്ട്. അത് അറിയിച്ചിട്ടില്ല എന്നുള്ളത് അതാണ്. മാത്രമല്ല, നമ്മളെല്ലാവരും വിഷ്വൽ മീഡിയയിൽ കൂടി കണ്ടതാണ്. വസ്ത്രം ധരിക്കാതെ ഒരു വ്യക്തിയെ, ഒരു പൊതുസമൂഹത്തിലുള്ള ഒരു വ്യക്തി, ഒരു പാവപ്പെട്ട വ്യക്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ ജീവിക്കുന്ന വ്യക്തിയായാൽ പോലും ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പോലീസ് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ അവർ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. വസ്ത്രം ധരിക്കാനുള്ള അവസരം കൊടുക്കാതെ, ഭക്ഷണം കഴിക്കാനുള്ള ഒരു സാവകാശം കൊടുക്കാതെ എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്?
എന്ത് കുറ്റമാണ്? ഏത് വ്യക്തിയായാലും ഇത്തരത്തിൽ ഒരു ചെറിയൊരു കേസിന് ഈ രീതിയിലാണോ പെരുമാറേണ്ടത്? പോലീസിന്റെ ഭാഗത്തുനിന്ന് നിയമലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. തക്കതായ നടപടി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിന്റെ ചട്ടകമായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കെതിരായി ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.